ഭാരതത്തിലെ ഓരോ പെൺകുട്ടികളുടെയും അച്ഛനാണ് ഇത്തരം മോദിജി. കാരണം എന്താ അറിയോ, കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സ്വന്തം മോദിജി പ്രധാനമന്ത്രി, നമ്മുടെ സ്വന്തം മുത്ത് ഇവിടെ കൊണ്ടുവന്ന ആവിഷ്കാര പദ്ധതികളെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ചെങ്ങായിമാരെ, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കണ ഇന്ത്യയിലത് ഒരു ലെവലേശം എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണ്ടേ എന്ന് കേട്ടോളി. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഭാരത്മാല പദ്ധതി വഴി റോഡുകൾ, ഹൈവേകൾ, ദേശീയ പാതകൾ വേഗത്തിൽ വികസിപ്പിച്ചു. ഇനിയിപ്പോൾ റെയിൽവേ ആണെങ്കിൽ സ്റ്റേഷൻ നവീകരണം, വന്ദേ ഭാരത് ട്രെയിനുകൾ, അതേപോലെ മറ്റേ വൈദ്യുതീകരണം വർദ്ധിപ്പിക്കൽ, വിമാനത്താവളങ്ങളാണെങ്കിൽ UDAN പദ്ധതി വഴി ചെറിയ നഗരത്തിന് പോലും എയർ കണക്ടിവിറ്റി. ഇനിയിപ്പോൾ സാമൂഹിക ക്ഷേമ പദ്ധതികൾ അടിസ്ഥാനത്തിലാണെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് എന്നുള്ളൊരു പ്രൊജക്റ്റിൻ്റെ കീഴിലായിട്ട് പാവപ്പെട്ടവർക്ക് വീട്, ഉജ്വാല പ്രൊജക്റ്റിൻ്റെ കീഴിലായിട്ട് ഗ്യാസ് കണക്ഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, ടോയ്ലറ്റുകൾ ശുദ്ധിയാക്കുക, അതേപോലെ ടോയ്ലറ്റുകൾ ഇല്ലാത്ത സ്ഥലത്ത് ടോയ്ലറ്റുകൾ പുതുതായി നിർമ്മിച്ചു കൊടുക്കുക, ആയുഷ്മാൻ ഭാരത് പ്രൊജക്റ്റിൻ്റെ കീഴിലായിട്ട് ദരിദ്രർക്ക് പാവപ്പെട്ടവർക്ക് ഇൻഷുറൻസ്. ഇനിയിപ്പോൾ സാമ്പത്തിക പരിഷ്കരണങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ ഡെവലപ്മെൻ്റായ GST. എന്താ GST? ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നികുതി. അതുപോലെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്നുള്ളൊരു പ്രൊജക്റ്റ്, അതായത് സ്റ്റാർട്ടപ്പുകാർക്കുള്ള പ്രോത്സാഹനം. ഇനിയിപ്പോൾ കാർഷിക മേഖലയാണെങ്കിൽ PM കിസാൻ എന്നുള്ള വലിയൊരു പ്രൊജക്റ്റ്, അതായത് കാർഷികപരമായ കുടുംബത്തിൽ ജീവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം. ഇതൊക്കെ കൊണ്ടുവന്ന ആളെ പിന്നെ അച്ഛാന്ന് വിളിച്ചൂടെ? ചെങ്ങൈമാർ, ഇതൊക്കെ കൊണ്ടുവന്നത് നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക്, ദരിദ്രർക്ക്, കർഷകർക്ക്. ആ കക്കൂസിൽ അത്യാവശ്യം ഒന്ന് അടങ്ങാറായിട്ട് വിസർജനത്തിന് വന്ന അവിടെ ടോയ്ലറ്റ്, ഇതൊക്കെ നമ്മളെ പ്രധാനമന്ത്രി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛാന്ന് വിളിച്ചൂടെ? ഭാരതത്തിൽ എല്ലാ പെണ്ണുങ്ങൾക്കും അച്ഛാന്നല്ല, എളാപ്പാന്നോ മൂത്താപ്പാന്നോ അല്ലെങ്കിൽ എന്താ ഉള്ളത് അമ്മായിക്കാക്കാന്നോ എന്തും വിളിച്ചൂടെ? അപ്പൊ പിന്നെ നിങ്ങളും വിളിച്ചോണി, ഒരു കുഴപ്പമില്ല. പക്ഷേ വിളിച്ച് ലാസ്റ്റ് കേസാ വരുന്നത്. എന്നാ നീ നിന്റെ അമ്മേനെ അവന് കെട്ടിച്ചു കൊടുക്കടാ, എന്നിട്ട് അച്ഛാന്ന് വിളിക്കൂ. വണ്ടി വിടറാ.